നമ്മൾക്കൊന്ന് ഇഫ്താറിന് വേണ്ടി ഒരു സൂപ്പർ നാരങ്ങ വെള്ളം ഉണ്ടാക്കിയാലോ. വെള്ളം ഉണ്ടാക്കുന്നത് നോമ്പ് തുറക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ വീട്ടുമുറ്റത്ത് തന്നെ നല്ല മാങ്ങൻ്റെ ഇല ഉണ്ടാവില്ല, മാവിൻ്റെ ഇല. അതധികം പച്ചയല്ല, അധികം ഇളയതും അല്ലാത്തൊരു ഇല എടുത്തിട്ടാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. ഇതാ ഞാൻ ഇവിടെ ഒരു 5-6 ഇല എടുത്തിട്ടുണ്ട്. നമുക്ക് എത്ര വെള്ളം വേണം അതിനനുസരിച്ചിട്ട് എടുക്കാം. ഇനി ഇത് നമ്മളിത് ചെറു പീസാക്കുകയാണ്. നമ്മളിവിടെ ചെറിയ പീസാക്കിയിട്ട് വെച്ചിരിക്കണം. നല്ല കളറിൽ കണ്ട പച്ച കളറിൽ ചെറു പീസാക്കിയിട്ട് നമ്മൾ മാവിൻ്റെ ഇല വെട്ടി വെച്ചിട്ടുണ്ട്. മിക്സിയുടെ ജാറിലേക്ക് പിന്നെ ഒരു 1/2 കപ്പ് പഞ്ചസാര ഇട്ട് കൊടുക്കാം. നമുക്ക് ആവശ്യത്തിനനുസരിച്ചിട്ട് 1/2 കപ്പ് പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട് ഞാൻ. നമ്മളിതിലേക്ക് ഇതാ ഈ ഏലക്കായൻ്റെ കുരു മാത്രം, ഏലക്കായുടെ കുരു മാത്രമേ നമ്മളിതിലിട്ട് കൊടുക്കുന്നത്. ഒരു 3 എണ്ണത്തിൻ്റെ കുരു ഞാൻ അതിലിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി നമ്മളിതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ചെറിയ കഷ്ണം ഇഞ്ചി, അത് നമുക്ക് ഒരു നല്ല ടേസ്റ്റിന് വേണ്ടിയിട്ടാണ്. ഇത് വെച്ചിട്ടില്ലേ ആ മാങ്ങയുടെ ഇല, മാവിൻ്റെ ഇല, അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ചെറു പീസാക്കി വെച്ചത് അതിലേക്ക് ഇട്ട് കൊടുക്കുക. ചെറു പീസാക്കിയാൽ നമുക്ക് വേഗം അടിയാൻ വേണ്ടിയിട്ടാണ് ചെറു പീസാക്കുന്നത്. നമുക്കിതിൽ തണുത്ത വെള്ളം കുറച്ച് ഒഴിച്ചു കൊടുക്കാം. ആവശ്യത്തിന് തണുപ്പുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഇത് നമ്മൾ അടിച്ച് വെച്ച ഇപ്പം നമ്മൾ ജ്യൂസ് അടിച്ചില്ലേ, മാവിലും കൊണ്ട് ഇഞ്ചിയൊക്കെ ഇട്ടിട്ട് ആ വെള്ളം ഇട്ടാൽ നല്ല ഗ്രീൻ കളറിലിതാ, നല്ല പിസ്ത കളറൊക്കെ ആയിട്ട് ഉള്ള നല്ല വെള്ളതാ. ഇനി നമുക്കിതിൽ ചെറുനാരങ്ങ നമ്മൾ 2 ചെറുനാരങ്ങ പിഴിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നില്ലേ, അത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കണം. അതിൻ്റെ കുരുവൊക്കെ കളഞ്ഞിട്ട് നാരങ്ങ വെള്ളമല്ല അതിതാ ഒഴിച്ചു കൊടുക്കണം. കണ്ടോ, ഇവിടെ നാരങ്ങ ഇങ്ങനെ ആക്കി വെച്ചാൽ ഗ്ലാസ്സില്ലേ, നമുക്കൊന്ന് പഞ്ചസാരയിൽ ഇങ്ങനെ മുക്കത് ഇങ്ങനെ വെറൈറ്റി ആകാൻ വേണ്ടിയിട്ട് നമ്മളിങ്ങനെ കുടിക്കുമ്പോൾ നല്ല ടേസ്റ്റ്, ഇങ്ങനെ കുടിക്കുമ്പോൾ നല്ല ഒരു മധുരം ഉണ്ടാവാൻ വേണ്ടിയിട്ടൊക്കെ ഗ്ലാസ് നമുക്ക് ഡെക്കറേഷൻ ചെയ്തതാണ് കേട്ടോ. അത് ഇഷ്ടമുള്ളവർക്ക് ചെയ്യാം, കൂടുതലാണെങ്കിൽ വേണ്ട ചെയ്യണമെന്നില്ല. ഡെക്കറേഷൻ ചെയ്ത് ഗ്ലാസ്സിലേക്ക് 3-4 ഐസ് ക്യൂബ് ഇട്ട് കൊടുക്കും. നല്ല തണുപ്പല്ലേ കിട്ടാൻ വേണ്ടിയിട്ട്, നല്ല ചൂട് സമയമല്ലേ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് നല്ല കൂളിന് വേണ്ടിയിട്ട് ഒരു 4 ഐസ് ക്യൂബിൻ്റെ കട്ട അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. നമുക്ക് ഉണ്ടാക്കി വെച്ചത് നമ്മൾ നല്ല മാവിൻ്റെ ജ്യൂസില്ലേ ഇതിൽ ഒഴിച്ചു കൊടുക്കാം. എന്ത് കളറാണ്, നല്ല ടേസ്റ്റി കളറ് കണ്ടില്ല, നല്ല ഗ്രീന്, നല്ല പിസ്ത പച്ച കളറായിട്ട്. നമ്മൾ ആ വെള്ളം ഇട്ടത് നല്ല ഗ്രീൻ കളറിൽ കണ്ടില്ലേ. ഇത് മേലെ നമ്മൾ ജ്യൂസ് അടിച്ചാൽ, ഇപ്പോൾ എന്ത് ജ്യൂസ് അടിച്ചാലും മേലെ ഒരു പതപ്പതപ്പ് ഉണ്ടാവില്ല, അതാണ് ആ പൊങ്ങി കിടക്കണ മേലെ കിടക്കുന്ന കളറ്. നല്ല കളറായിട്ടിതാ പച്ച കളറിൽ നല്ല ടേസ്റ്റുണ്ട്. നല്ല നോമ്പ് തുറക്കുമ്പോൾ നമുക്ക് കഴിക്കാൻ നല്ല ദാഹത്തിനും നല്ല വെള്ളമാണ് കേട്ടോ. ഇനി നിങ്ങളൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് നല്ല അടിപൊളിയാണ്, കമൻറ്റ് ചെയ്യുക. നല്ല ടേസ്റ്റുണ്ട്. നമുക്കിത് അധികം പച്ച ഇല്ലാത്തൊരു ഇല നല്ല ഉണ്ടാക്കി നോക്കി, എന്നിട്ട് അതിൻ്റെ കമൻറ്റൊക്കെ അറിയിക്കിട്ടാ.